ധാരാളം കുട്ടികളെ അവരുടെ പഠന സംബന്ധമായ പോരായ്മകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ അടുക്കൽ കൊണ്ടുവരാറുണ്ട്. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മാതാപിതാക്കളായാലും കുട്ടികളായാലും ഒരു പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവരുടെ പണമൊക്കെ ചെലവഴിച്ച് വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ പോയി ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒത്തിരി പ്രതീക്ഷകളായിരിക്കും. പക്ഷേ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ കഴിയുമ്പോൾ പല കുട്ടികളും കോഴ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഡ്രോപ്പ് ഔട്ടായി പോവുകയോ അല്ലെങ്കിൽ ഒന്നും രണ്ടും പ്രാവശ്യം എഴുതിയിട്ട് ഈ പേപ്പറുകൾ കിട്ടാതെ വരികയോ പിന്നെ സെക്കൻഡ് ഇയറിൽ വെച്ച് ഫസ്റ്റ് ഇയറിൻ്റെ പേപ്പർ എഴുതിയെടുക്കുകയോ അങ്ങനെ ഇയർ ബാക്കായി പോവുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, വളരെ നേരത്തെ തന്നെ ആദ്യത്തെ 1-2 മാസത്തിനകം തന്നെ അധ്യാപകരുമായി സംസാരിച്ചിട്ട് നമ്മുടെ കുട്ടിയുടെ ഒരു പെർഫോമൻസ് ലെവലിനെ പറ്റി അറിയുവാൻ ശ്രമിക്കണം. രണ്ടാമത്തത്, പലപ്പോഴും കുട്ടികൾ പ്രതീക്ഷിക്കുന്ന ഒരു കോഴ്സിൻ്റെ പാറ്റേണോ അല്ലെങ്കിൽ അധ്യാപകരുടെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു ബിഹേവിയറോ ഒന്നും ആയിരിക്കത്തില്ല പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നത്. അതിനനുസരിച്ച് അവർ ഡെസ്പായി പോവുകയും ആ വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ചേർന്നിട്ടാവും ഒരു കുട്ടി ഉഴപ്പിപ്പോകുന്നത്. കുട്ടിയെ മാത്രം കുറ്റം പറയുന്നതിന് പകരം കുട്ടിയുമായി കുറച്ചുകൂടെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, അതിന് പ്രൊഫഷണലിസ്റ്റിൻ്റെ ഹെൽപ്പുകൾ സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അധ്യാപകർ വളരെ എഫർട്ട് എടുത്താണ്, അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മികച്ച അധ്യാപകരാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുവേ ഉള്ളത്. അവർ നല്ല എഫർട്ട് എടുത്തിട്ടാണ് അവർ ക്ലാസ്സുകൾ നയിക്കുന്നത്. പക്ഷേ ഓരോ കുട്ടികൾക്കും ഡിഫറൻറ്റ് സ്റ്റൈലായിരിക്കും പഠിക്കുന്നതിന്. അധ്യാപകർ പഠിപ്പിക്കുന്ന ആ ഒരു സ്റ്റൈലിനെ എത്രത്തോളം അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഈ പരീക്ഷയോട് അടുത്ത് വരുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒരുപാട് വിദഗ്ധരെയൊക്കെ വിളിച്ച് സൈക്കോളജിസ്റ്റുകളെയൊക്കെ വിളിച്ച് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട് കുട്ടികളുടെ മാനസിക നിലവാരം മെച്ചപ്പെടുത്താനൊക്കെ. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പരീക്ഷ പേടി എന്നുള്ളത് പൊതുവെ കാണാറില്ല. നമ്മൾ ചെയ്യേണ്ടത് കുറേ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടത്തുകയും കുട്ടികൾക്ക് ഡിഫറൻറ്റ് സ്റ്റൈലുകൾ, പഠനത്തിൻ്റെ വിവിധ വഴികൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് പഠനം കുറച്ചുകൂടെ ഈസി ആക്കുന്നതിനുള്ള മെത്തേഡുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുവാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കഴിയണം. അല്ലാതെ പരീക്ഷയ്ക്ക് ശേഷം അവർ തോറ്റുപോയല്ലോ എന്ന് പരിതപിച്ചിട്ടോ അവരെ കുറെ കുറ്റം പറഞ്ഞാലോ അവരുടെ ഒരു ഭാവിക്ക് ഒരിക്കലും ഗുണകരമല്ല. കുറേ മുന്നേ കൂട്ടി വേണം ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുവാൻ. അതിന് അധ്യാപകരും അതേപോലെ രക്ഷകർത്താക്കളും മുൻകൈ എടുക്കണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. താങ്ക് യു.